ഹായ്, എല്ലാവരും നവീനായിട്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത്. നവീൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നവീൻ അതൊക്കെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്. നവീൻ ന്യൂ കമ്മേഴ്സിനെ, അതായത് 5 വൈൽഡ് കാർഡ് എൻട്രീസിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും പ്രശ്നം. പിന്നെ ക്യാപ്റ്റൻസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അങ്ങനെ തുടങ്ങി ഭയങ്കരമായിട്ട് നവീനായിട്ട് ആക്രമിക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നവീൻ്റെ ആ സെക്ഷൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അയാൾ അത് എങ്ങനെ അത് ഓവർകം ചെയ്യുന്നു എന്നുള്ളതൊരു ശരിക്കും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. റെന ഫാത്തിമ ഇറിറ്റേറ്റിംഗ് ആൻഡ് അരഗൻ ക്യാരക്ടർ അതിനകത്ത് ആരെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയാണ്. അവളുടെ ഏജിനെ കൺസേൺ ചെയ്തിട്ടായിരിക്കും പലർക്കും അത് വിഷമമുണ്ടാകുക. കാരണം ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി നമ്മളെയൊക്കെ നോക്കി മോശം പറയുന്നു എന്നുള്ളൊരു ടെൻഷൻ പലർക്കും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം പലരും കൂടുതൽ വിഷമിക്കുന്ന ജിസേലിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ജിസേലല്ല, പിന്നെ റെന ഫാത്തിമയുടെ, പക്ഷെ എന്നിരുന്നാൽ പോലും ആ പെൺകുട്ടി കുറച്ച് ഓവറാണ്, കുറച്ച് അധികം ഓവറാണ്. എങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാലും ബോൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവനവനിക്ക് ഒരു ക്വാളിറ്റി ഉള്ളത് കാണിക്കേണ്ട സമയത്ത് അത് കാണിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഇത്തരത്തിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എവരി വെയർ അവർ പറയുന്ന ഒരു കാര്യം സ്ക്രീൻ സ്പേസിനാണ്, അല്ലേ? സ്ക്രീൻ സ്പേസിനാണെന്ന്. അപ്പം നീ പിന്നെ എന്താ ചെയ്യുന്നത്? അവൾ സത്യം പറഞ്ഞാൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ വൃത്തികേടുകൾ ഒപ്പിച്ച് വെക്കുന്നതെന്നുള്ള. ചുമ്മാ ഇരിക്കുന്നവനെ ചൊറിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്ത സുഖമാണ്. ആ പെണ്ണത് ശരിക്കും അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്തരം കിരികിരിപ്പ് കൊണ്ട് ഈ ചീവീടിന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നവീൻ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. നവീൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് വളഞ്ഞുകുത്തി അവൾ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ദ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇപ്പൊ സൈലന്റ് ആണ്. കാരണം ഇവർക്കൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അക്രമം നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല, മോശമായിട്ട് അവളെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യും. അനുവിന് ഏർപ്പെട്ട അപമാനത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ആർക്കും ഡിസ്കഷൻ ഇല്ല, ഒന്നും പറയുന്നില്ല, മൗനമായിട്ടിരിക്കുന്നു. അനു പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും അനു അത് ചെയ്യരുത്. കഴിഞ്ഞ സീസണിൽ സിബിൻ ചെയ്ത മിസ്റ്റേക്ക് അനു ചെയ്യരുത്. അനുവിന് പുറത്ത് അത്രത്തോളം സപ്പോർട്ടുണ്ട്. അനു സോ ഗുഡ് ആൻഡ് കറക്റ്റായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇവരൊക്കെ സദാചാരവാദക്കാരാണ്, ഇവരൊക്കെ പ്രോഗ്രസീവ് തോട്ടിൻ്റെ ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലാൽ ഒരു സാധനം അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടാണ് ഇവളുമാരൊക്കെ കൂട്ടം കൂടി ഇരുന്നുകൊണ്ട് ഇനി ആരെങ്കിലും അനുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൺസേൺ ചെയ്ത് അവരെ അനുവിൽ നിന്ന് മാറ്റുകയും അനുവിനെ ഒറ്റപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് അനുവിനെ അവർ ജയിപ്പിക്കും. കാരണം ഒറ്റപ്പെട്ട് കഴിഞ്ഞ വ്യക്തിക്കാണ് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. സമൂഹത്തിൽ എല്ലാവരും അങ്ങനെയല്ലേ, ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സപ്പോർട്ടുമായിട്ട് സമൂഹം നിൽക്കും. സോ ആളുകൾ അവൾക്ക് വേണ്ടി സപ്പോർട്ട് പോടുകയല്ലേ ഉള്ളൂ. വിവരമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യൂ. അവളോട് മിണ്ടാതിരിക്കുകയാണെങ്കിലും അവൾ ജയിക്കും. അവളോട് മിണ്ടുമ്പോൾ മര്യാദയ്ക്ക് മിണ്ടിയില്ലെങ്കിലും അവൾ ജയിക്കും. അതായത് അവളെ പ്രൊവോക്ക് ചെയ്താൽ ആ പ്രൊവോക്ക് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഇടപെടുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ അനു എന്ന് പറയുന്നത് തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഗതിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. റെണയ്ക്ക് അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. റെണ അതിന് വേണ്ടിയിട്ടാണ് നവീനെ ചുരണ്ടുന്നത്. നവീൻ്റെ അടുത്ത് അനാവശ്യ കാര്യങ്ങൾ പറയുന്നതും നവീൻ പുറത്തു പോയിട്ട് വന്ന കാര്യങ്ങളും, അതായത് ഒരാളെ ഇൻസൾട്ടിൻ്റെ മറ്റേ ലെവലിൽ പോകുന്നത് നവീൻ എന്ന വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യുന്നതല്ല. നവീൻ എന്ന വ്യക്തി ഇനി അനുവിന് സപ്പോർട്ട് കൊടുക്കരുത്. ഓൾറെഡി ആദില നൂറയൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദില നൂറയൊക്കെ മാറി ചിന്തിക്കാനും മാറി നടക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ആദിലയും നൂറയും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നൂറ വ്യക്തമായി ആദിലയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനീഷിൻ്റെ ഗെയിം കണ്ടോ, സൂപ്പർ ഗെയിമാണ്, ആ ഗെയിം നമ്മൾ ഫോളോ ചെയ്യണം. ഒരു കാരണവശാലും ബേബി ഇനി ആരെയും തെറി പറയരുത്. തെറി പറഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകും, അത് ചെയ്യരുത്. മാത്രവുമല്ല നീ നിൻ്റെ വീട്ടിൽ പറ എന്ന് പോലും പറയരുത്. അതിനകത്തൊരു പോയിന്റ് കൂടെ ഉണ്ട് ആദില നൂറയ്ക്ക്. എന്താന്നാ, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങളുടെ വീട്ടുകാരുടെ തലയിൽ കൊണ്ടുവയ്ക്കരുത്. അത് സത്യമാണ് നൂറ. നീയും നിൻ്റെ കൂട്ടുകാരിയും ചെയ്യുന്ന തെറ്റിന് നിൻ്റെ വീട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വലിയ ദുഃഖ സത്യമാണ്. അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ളത് നല്ല കാര്യം. എനിവേ, അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ അവർ പറഞ്ഞ പോയിന്റ് വളരെ റെലവൻ്റ് ആണ്. അവിടെ ഇറിറ്റേറ്റ് ചെയ്യാം, മറ്റുള്ളവരുമായിട്ടുള്ള നീതിപൂർവമായുള്ള കളിയാകാം, പക്ഷേ ഒരാളെ ഉപദ്രവിക്കരുത്. അത്തരം ഇറിറ്റേഷൻസ് പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഇത് ശരിയായ നടപടിയായിരിക്കത്തില്ല. ഇപ്പം അനീഷും ഷാനവാസും തമ്മിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്കത് ഒരു ചെല്ലച്ചണ്ടയായിട്ടേ തോന്നുന്നു. അതായത് മനഃപൂർവ്വമല്ലാതെ ഒരാൾക്ക് വിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നു, അയാളുടെ നാടിനെ പറ്റി പറഞ്ഞ അയാളെ കളി. കാരണം അയാൾക്ക് ഏറ്റവും ഹേർട്ട് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അത് വെച്ച് പറയുക, തിരിച്ച് നിന്നെ തല്ലുമട, കൊല്ലുമട, വെട്ടുമട എന്നൊക്കെ അത്രത്തോളം മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ട് പോലും അതൊരു സീരിയസ് ആയിട്ടൊരു കാര്യമായിട്ട് എടുക്കാതെ, അനീഷിനോട് ചണ്ടയ്ക്ക് പോകാതെ വളരെ ക്ലിയർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഷാനവാസ്. അപ്പോൾ അത് നല്ലൊരു ഫൈറ്റാണ്. അത് കാണാൻ ഇമ്പമുണ്ട്.
കാമുള്ള അത്യാവശ്യം പ്രോബ്ലം ഇല്ലാത്തൊരു ഫൈറ്റ്. അതേ സെയിം സാധനം തന്നെ ഈ പറയുന്ന ആദിലയോട് നൂറ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മൾ വളരെ കൺട്രോൾ ചെയ്യണം, അനീഷിനെ കോപ്പി അടിക്കണം, അനീഷ് കറക്റ്റാണ്, അനീഷിൻ്റെ അതേ ഫോമുല നമുക്ക് ഫോളോ ചെയ്യണം, അങ്ങനെയെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാവും, നമുക്കിവിടെ നിലനിൽപ്പുണ്ടാവും എന്ന് പറയുന്നുണ്ട്. റെന ഫാത്തിമ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവളുടെ ഏജ് അതിൻ്റെ കൂടെ ഈ ടോക്സിക് പേഴ്സണാലിറ്റിയുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയ അതേ രീതിയിൽ നമ്മളെ ബാധിക്കും. ഇപ്പം റെനയുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ബെന്നിയാണ്. ഡോക്ടർ ബെന്നി എന്ന് പറയാനേ പാടില്ല, അമ്മാതിരി ഒരു കീടമാണ് പെണ്ണ്. പിന്നെ മോഹൻലാലിൻ്റെ കളി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരെ ഒന്ന് പൊക്കി അങ്ങ് വെച്ചു കൊടുക്കും. ഈ പൊങ്ങൽ കഴിയുമ്പോൾ ആ ആഴ്ച മുഴുവൻ ആ പൊക്കലിൻ്റെ ഒരു മാധുര്യത്തിൽ കിടന്നങ്ങ് ഇളകും. സത്യത്തിൽ മോഹൻലാൽ ആർക്കെങ്കിലും ഇട്ട് തരുന്നുണ്ടെങ്കിൽ, ആരെയെങ്കിലും വഴക്ക് പറയുന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ അവർക്ക് നല്ല അക്സെപ്റ്റൻസാണ്. അതാണ് സത്യം. ഒരാളെ അയാൾ പുകഴ്ത്തി പൊക്കി വെക്കുന്നുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹത്തിൽ നല്ല പോലെ കീച്ചി കീറി വയ്ക്കുന്ന സാധനങ്ങളെ ആയിരിക്കും. ഇതൊരു റിവേഴ്സ് എഫക്റ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. 7ന്റെ പണി സത്യം പറഞ്ഞ എല്ലാത്തിനും കൊടുത്തിട്ടാണ് ഇത്തവണ മോഹൻലാൽ പോയിട്ടുള്ളത്. അപ്പം അതിനോടനുബന്ധിച്ച് ഈ പെണ്ണിന് എന്ത് മനസ്സിലായെന്താ, ചീവീടിരുന്ന് ചില്ലൂറ് പോലെ ചിലയ്ക്കുന്നുണ്ട്. മാറിയിരുന്നത് കൊണ്ട് അവളെ കിട്ടിയിരുന്നെങ്കിൽ മോഹൻലാൽ നല്ല കൊടുത്തിട്ടുണ്ടാകുമായിരുന്നു. അത് നമ്മൾ കാണാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ നടക്കുന്നതെന്ന് നോക്കാം. പക്ഷെ ഈ റെന ഫാത്തിമ ആക്ച്വലി നമുക്ക് കാണുമ്പോൾ തോന്നും, ഇപ്പോൾ ലൈവ് സെക്ഷൻ കാണുന്നവർക്കൊക്കെ തോന്നും നെവീനെ പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടാണ്. നിനക്ക് എന്തൊരു അറിയാമടാ, നീ പഞ്ചസാര തിന്നാനാണോ ഇവിടെ വന്നത്, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമടാ, നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലടാ, ഇതൊക്കെ പറയുന്നതൊക്കെ അവസാന ഘട്ടത്തിൽ, അത് ആ ബാക്കിലിരുന്നു കൊണ്ട് അനു അത് വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അനു കേൾക്കാനും കൂടെയാണ്. നീ അനുവിനെ സപ്പോർട്ട് ചെയ്തത് ശരിയല്ല, അനു നീയും ഉള്ള ആ കോംബോ സെറ്റല്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഈ സ്ത്രീ. എനിക്ക് അവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഏജിനേക്കാൾ ഓവറായിട്ടുള്ള അവളുടെ ആ വർത്തമാനം, അത് കോൺഫിഡൻസ് അല്ല, അരഗൻസ് ആണ്. അരഗൻസ് മീൻസ് അഹങ്കാരം ഒരു പരിധിവരെ പെണ്ണിന് നല്ലതാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, അതിനെ അഹങ്കാരം എന്ന് തന്നെയാണ് പറയുക. ആറ്റിറ്റ്യൂഡും അരഗൻസും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഷീ ഈസ് അരഗൻറ്റ്, അഹങ്കാരിയായ ഒരു സ്ത്രീ. അഹങ്കാരിയായ ഒരു സ്ത്രീയോ പുരുഷനോ ജയിച്ച ചരിത്രമേ ഇല്ല. അഹങ്കാരം മനുഷ്യൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ്. ആ നാശം ആ പെണ്ണിന് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം ആളുകൾ വെറുക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് അനുവിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, അല്ലാതെ തന്നെ ഒരു പെണ്ണ് എങ്ങനെ ആകരുതെന്നുള്ള തെളിവാണ് രണ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണം, കമൻറ്റ് ഇടണം കേട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക്